ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്കൊരു വ്ളോഗ് ആയാലോ. അപ്പം നമുക്ക് നിൽക്കുന്നത് ഷാർജയിലാണ്. ഷാർജയിലുള്ള അൽനൂർ ഐലൻഡിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അൽനൂർ ഐലൻഡിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് ബുഹൈറ, കോർണിഷ് റോഡ്, ഖാലിദ് ലഗൂൺ, ഷാർജയിലാണ്. സോ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വന്നിട്ട് 35 AED പെർ പേഴ്സൺ ഏജ്ഡ് 13 എബവ് ആൻഡ് 20 പെർ പേഴ്സൺ ലൈക്ക് കിഡ്സിനാണ് 3 to 12 years. ഇവിടുത്തെ ഓപ്പൺ ടൈമിങ്സ് വന്നിട്ട് 9 AM to 11 PM ആണ് വീക്കെൻഡ്സിന്. ആൻഡ് അല്ലാത്ത ഡേയ്സിന് മോർണിംഗ് ബിറ്റ്വീൻ 9 AM to 11 AM അല്ലെങ്കിൽ ഈവനിങ് ബിറ്റ്വീൻ 4 PM to 7 PM ആണ്. ഇവിടെ കോൺടാക്റ്റ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പം ഈ ഒരു നൂർ ഐലൻഡ് 2015 ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻസ് ലൈക്ക് ഇവിടുത്തെ മാപ്പ് എന്ന് പറയുമ്പം ഫസ്റ്റ് പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡൻ, പിന്നെ പ്ലേ ഗ്രൗണ്ട്, ലിറ്ററേച്ചർ പവലിയൻ, കാക്ടസ് ഗാർഡൻ, ഗ്ലീമി മെഡൗസ്, മേസ് ഗാർഡൻ, പാത്വേ, സ്കൾപ്ചേഴ്സ്, ആർട്ട് ഇൻസ്റ്റലേഷൻ, വിൻഡ് ഇമേജ് ഫ്ലാഗ്സ്, ഫോസിൽ റോക്സ്, കോളം സ്കൾപ്ചേഴ്സ്, ടോറസ് സ്കൾപ്ചേഴ്സ്, പിന്നെ നൂർ കഫേ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനകത്തുള്ള കുഞ്ഞു ബെല്ല് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നൂർ കഫേയുടെ പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം. സോ പുറത്ത് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതാണ് നൂർ കഫേയുടെ അകത്തെ വ്യൂ. ഇതിൻ്റെ അകത്താണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഉള്ളത്. സോ നമുക്ക് ഇപ്പം കയറാൻ പറ്റത്തില്ല, കാരണം വെയിറ്റ് ചെയ്യാണ്. കാരണം ഓൾറെഡി ഗാർഡനിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ എക്സിറ്റ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. സോ അവർ എക്സിറ്റ് ആയതിനു ശേഷം നമ്മൾ കയറിയാണ് അകത്ത്. അപ്പോൾ ഇവിടുത്തെ ബട്ടർഫ്ലൈസിനെ പറ്റിയും അവരുടെ സ്പീഷീസിനെ പറ്റിയും ഇവിടുത്തെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. Butterflies are from Costa Rica and Philippines, right? We bring pupa every 10 days. And the pupa hatches from here into butterflies. When they hatch, they can reproduce in this environment. That's why you see there is a caterpillar there. And we have 22 different species of butterflies here. Oh. All right. Anyways, first of all, welcome to the butterfly house. This place is called Al-Nur Island, and of course we have many different attractions here. We have this place as the main attraction and many other things outside. So here we have butterflies from Costa Rica and Philippines. We import them every 10 days. So every 10 days we have to bring in new pupa. The pupa is the third stage of a butterfly life cycle. Right? So the pupa hatches into butterflies from here. That's why you feel the place is humid. Because these butterflies are tropical, they need some kind of humidity for them to survive, right? When they hatch, they can reproduce. That's why you see we have caterpillars here. And these caterpillars can turn into pupa and then become adults, right? And of course, given the fact that this place is an indoor area, we have some fruits for the butterflies to feed on. But in the wild, they are supposed to feed on flowers from nectar from the flowers. But now, they can get some sugar from the fruits and as well live here amicably, perfectly. Also, the area is a glass house to allow sunlight to come inside because butterflies need the sun to fly. That is why right now you need to look underneath the plants because when there is no sun, they relax and rest within the plants. So try to look around in the plants, take some nice photos, enjoy the place. And also the butterflies only live for 30 days. That is for the tropical butterflies. 30 days and they die. So take your time please, enjoy the place, and when you're done you can walk around the island and see the rest of the attractions. Thank you so much. Thank you. ഇപ്പം ബട്ടർഫ്ലൈസിനെ പറ്റി ഗൈഡ് എല്ലാം പറഞ്ഞു തന്നതുകൊണ്ട് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഇപ്പം ഈ ഒരു ടൈമിൽ ഈവനിങ് ടൈമിൽ സൺലൈറ്റ് ഉള്ളത് കൊണ്ട് ബട്ടർഫ്ലൈസ് എല്ലാം ഹൈഡ് ആയിരിക്കുകയാണ്, ലൈക്ക് പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഹൈഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നല്ലോണം അവരെ കാണാൻ പറ്റാത്തത്.
ബട്ടർഫ്ലൈനെ കയ്യിൽ ഹോൾഡാക്കാനായിട്ട് കുറേ ട്രൈ ചെയ്തു, പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരും എൻ്റെ കയ്യിൽ വരുന്നില്ലായിരുന്നു. We have a bigger species like that one, which is called the blue morpho. When it flies, the wings are blue. So that's why it's called the blue morpho. We have other bigger species like the one you see over there. ആക്ച്വലി നല്ല രസമായിരുന്നു ഇവിടെ കയറിയപ്പം തന്നെ, കാരണം ആ ഒരു ബട്ടർഫ്ലൈസിൻ്റെ എല്ലാ വെറൈറ്റി ടൈപ്പ് സ്പീഷീസ് കാണാനും ആൻഡ് അവർ വിങ്സിലെ കളേഴ്സും എല്ലാം നല്ലൊരു വെറൈറ്റി ടൈപ്സ് ആയിരുന്നു. സോ എനിക്കെന്തായാലും ഇഷ്ടമായി, കാരണം അതൊരു ഗ്രീനറി എഫക്റ്റ് ആയിരുന്നു കംപ്ലീറ്റ്ലി. സോ ഞാൻ ഈ ബട്ടർഫ്ലൈനെ കയ്യിലെടുക്കാൻ ട്രൈ ചെയ്യണം, എടുത്തില്ല, ട്രൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എൻ്റെ കൈ വന്നില്ല, പറന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് ഇവിടുത്തെ ഗൈഡ് അതിൻ്റെ പ്യൂപ്പനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരും. These are the pupa. So basically we import them in boxes, and then we have to glue them here to give them the hatching position. That's why you see they are upside down. And of course, if you look critically, you can see that some of them are still closed and some of them are open. So the open ones are the ones that already hatched, and they are the butterflies here. And the ones which are closed, they are still in the process of hatching. So within between 4 to 14 days, they will hatch into butterflies, and then they will all be flying here, right? They basically hatch and stay on the chrysalis for some time, dry the wings. When the wings are dry, they fly out from up here. So the whole process here is natural. So the only artificial thing we do is to put them on this stick, and then the hatching happens naturally. We don't really have anything we do for them to hatch. It's only to keep the temperatures controlled here. If it is properly humid, they can survive and hatch properly well, and then live here for that good time, which is 30 days. Yeah. ഈ ഒരു ട്രീയിൽ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു, അവരെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് ഇവർക്ക് ആ ഒരു നെക്ടറിന് വേണ്ടിയിട്ട് ഫ്രഷ് ഫ്രൂട്ട്സാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം കൊണ്ട് ഞാൻ ബട്ടർഫ്ലൈസിനെ കയ്യിലെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും വരുന്നില്ലായിരുന്നു. അങ്ങനെ ആ വിഷമം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ എൻ്റെ തലയിൽ വന്നിരുന്നു. സോ ദാറ്റ് ടൈം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്ലേ ഗ്രൗണ്ടിലോട്ടാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇതുപോലത്തെ റോപ്പ് ക്ലൈമ്പിങ് ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് കണ്ട സ്ഥിതിക്ക് ഞാൻ ഇവിടെ കയറാതെ പോകത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങളിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് വിൻഡ് ഇമേജസ് ഫ്ലാഗ് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ, ലൈക്ക് അത് എവിടെയാണ് ഡിസൈൻ ചെയ്യുന്നതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഫ്ലാഗ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, പക്ഷേ അകത്തോട്ട് പോകാനായിട്ട് എൻട്രൻസ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഇടയ്ക്ക് ഞാൻ സ്റ്റക്കൊക്കെ ആയിരുന്നു. സോ ഇതാണ് ഫ്ലാഗ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാക്ടസ് ഗാർഡനിലോട്ട് പോവാം. അപ്പം ഇവിടുത്തെ കാക്ടസ് നല്ല ഹൈറ്റ് ആൻഡ് നല്ലൊരു തിക്നെസ് ഉള്ളതായിരുന്നു. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും വലിയൊരു കാക്ടസ് കാണുന്നത്. അപ്പം ഈ ഒരു സ്പീഷീസ് ഈ ഇത്രയും വലുതായിരിക്കും. കാക്ടസിൻ്റെ പലതരം വെറൈറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂർ ഐലൻഡ് വ്ളോഗ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.